guys, welcome back to Cloud9. അപ്പോൾ ഇന്ന് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു മെമ്മറി ബോക്സ് ആക്കാൻ പോവാണ്. യെസ്, മെമ്മറി ബോക്സ്. മെമ്മറി ബോക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഹിയർ മീ ഔട്ട്. മെമ്മറി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ പെറ്റിൻ്റെ ഫർ അത് ഈ ബോക്സിലോട്ടിടുക. നിങ്ങൾക്ക് നല്ല മെമ്മറി ആണെന്ന് എന്താണോ തോന്നുന്നത് അതെല്ലാം ഇതിലോട്ടിടുക. ഇപ്പോൾ ഓർക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ആണെങ്കിൽ അതൊരു നോട്ടാക്കി എഴുതിയിട്ട് ഇതിനുള്ളിലോട്ടിടുക. എന്നിട്ട് നമ്മൾ ഇയർ എൻഡ് ആവില്ലേ, ജാനുവരി 1 ഈ ഒരു പെട്ടി ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചുകൂടി വൈബാക്കണമെങ്കിൽ നിങ്ങൾ ഡിസംബർ 31 12 o'clock എക്സാക്റ്റ് ആകുമ്പോൾ ഈ ബോക്സ് തുറന്നു നോക്കുക. That be so emotional, cute, such a vibe. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ടിഷ്യൂ ബോക്സ് ആണ്, എംപ്റ്റി ടിഷ്യൂ ബോക്സ്. പിന്നെ നിങ്ങളിൽ ഹോട്ട് ഗ്ലൂ ഗൺ ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ ഉണ്ട്, ബട്ട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേബിളിന് മൂന്നിങ്ങനത്തെ സാധനം ഉണ്ടാവില്ല, ഇങ്ങനത്തെ ആ സാധനത്തിൽ ഒരെണ്ണം പൊട്ടി. അപ്പം ഇങ്ങനെ അതുകൊണ്ട് ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്യാൻഡിൽ എടുക്കുക. നിങ്ങൾ എന്താ പറയാ, ഞാൻ ചെറുതന്നെയാണ്. നിങ്ങൾ പാരന്റ് സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇപ്പോൾ ഇവിടെ എൻ്റെ പാരന്റ് ഉണ്ട്, സോ നിങ്ങൾ പാരന്റ് സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, because we're playing with fire. Okay guys, നിങ്ങളൊരു ഗ്ലൂ ഗണ്ണിൻ്റെ ഈ ഒരു സ്റ്റിക്ക് എടുക്കുക. ഈ ഒരു സ്റ്റിക്ക് സ്റ്റിക്സ് ഉണ്ടാവില്ലേ, ഗ്ലൂ സ്റ്റിക്ക് വാട്ടർ സ്റ്റിക്ക്, ഇത് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ക്യാൻഡിലിൽ കാണിച്ചിട്ട് ഇങ്ങനെ ഉരുക്കുക. നല്ലോണം മെൽറ്റ് ഔട്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഈ ടിഷ്യൂ ബോക്സിൽ കുറച്ച് A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഞാൻ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് ഈ ഒരു ടിഷ്യൂ ബോക്സ് ഫുള്ളി കവർ ചെയ്യുക. ഒരു A4 ഷീറ്റ് കൊണ്ട് കവർ ആക്കിയില്ലെങ്കിൽ തിരിച്ചു വിട്ടിട്ട് ഇവിടെ കൂടി ഒരു A4 ഷീറ്റ് വെച്ചിട്ട് ഒട്ടിക്കുക. ഞാൻ എങ്ങനെ ഒട്ടിക്കണ്ടെന്ന് ഞാൻ വെച്ചുതരാം. അപ്പം ഇങ്ങനെ ടൈറ്റ് ആക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു പീസ് നിങ്ങൾക്ക് കിട്ടും, ഇല്ല ഇങ്ങനത്തെ ഒരു പീസ്, ഇങ്ങനത്തെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കുക. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുക ഇങ്ങനെ. ഓക്കെ, അങ്ങനെ ആക്കിയിട്ട് എല്ലാ സൈഡും അങ്ങനെ ചെയ്ത് കൊടുക്കുക. ബാക്കിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. I'm breathless. Okay guys, ഞാനിതൊന്നും ചെയ്തെടുത്തിട്ട് വരാം. Okay, you also do it. ഒരു കരിഞ്ഞ മണം വരാണ്ടിരിക്കാൻ നോക്കുക. കരിഞ്ഞ മണം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഫയറിൽ മുട്ടിക്കണ്ട. ഫയറിൻ്റെ ഒരു 1 inch 2 inch 3 inch മാക്സിമം പൊക്കി പിടിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ മുടി ശ്രദ്ധിക്കുക. ആൻഡ് ബൈ ദ വേ, നിങ്ങളുടെ സെല്ലോ ടൈപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ സെല്ലോ ടൈപ്പ് ഉണ്ട്, ബട്ട് എനിക്കത് യൂസ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. നിങ്ങളുടെ ഹോട്ട് ഗ്ലൂ സ്റ്റിക്കോ ഹോട്ട് ഗ്ലൂ ഗണ്ണോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും സെല്ലോ ടൈപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് 2 birds in 1 shot ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ക്യാൻഡിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു സെൻറ്റഡ് ക്യാൻഡിൽ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ബിക്കോസ് അതാകുമ്പോൾ നിങ്ങളുടെ വീടിനും നല്ല മണമാവും, നിങ്ങളുടെ ഈ പണിയും കഴിയും. ലൈക്ക് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, സോ ഗോ ടു ദാറ്റ്. കണ്ടോ, ഹോട്ട് ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ചെയ്യുമ്പോൾ നീറ്റായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യട്ടോ ഹോട്ട് ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ കൊണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ലൂസാണ്, അപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ടോപ്പ് പാർട്ട് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഈ ഒരു പാർട്ടിലോട്ട് ഇറക്കാണ്. below part. Let's do it. But before that, നമ്മൾ ഇവിടെ ഒരു ഹോള് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു സിസറോ അല്ലെങ്കിൽ നോർമൽ സിസറോ ഉണ്ടെങ്കിൽ അതെടുക്കുക. നമുക്കിങ്ങനെ ഇതും പാരന്റ് സൂപ്പർവിഷൻ വേണമെങ്കിൽ എടുക്കാം. അയ്യോ, എൻ്റെ കീറിയ ഭാഗത്ത് നമുക്ക് ഇത്തിരി സെല്ലോ ടൈപ്പ് പൊട്ടിക്കാം ഗൈസ്. എൻ്റെ സെല്ലോ ടൈപ്പ് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു അഹങ്കാരത്തിൻ്റെ ആണ് തോന്നുന്നത് കിട്ടിയത്.
Oh, goodness. ഇങ്ങനെ ഇത് നോക്കൂ ഗൈസ്. ഒന്നുകൂടി ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല പണിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു, അല്ലാണ്ട് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നില്ല നല്ലത്. ഓക്കെ ഗൈസ്, എൻ്റെ പെട്ടി ഉണ്ടാക്കി കഴിഞ്ഞു, മെമ്മറി ബോക്സ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിതൊരു ബ്ലൂ തീമിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ഡിസൈൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു ബ്ലൂ തീമിലോട്ടാണ് പോകുന്നത്. ബിക്കോസ് I don't know if you guys know this, but my favorite color is blue. ഇതാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട് മെമ്മറി ബോക്സ്. I know, so cutesy. ഇവിടെ ഞാനൊരു കളർ ചെയ്യാൻ ഗൈസ്. എൻ്റെ മെമ്മറി ബോക്സ് ഫുൾ സെറ്റായി, നല്ല രസമില്ലാണ്. താഴെ ഒന്നും ചെയ്യുന്നില്ല because I'm running out of ink and this is my favorites. So, and guys, ഇത്രയുള്ളൂ നമ്മുടെ മെമ്മറി ബോക്സ്. നിങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് ഫ്രണ്ട്സിന് വീടിന്ന് അയച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ support this little content creator. Bye. Thank you so much for watching, and I'm so grateful for y'all clicking on today's video, and you guys are one of my memories too. Not only my memories, continuing on. So bye. Thank you so much for watching.